8 വരുന്നുണ്ട്. ഇനിയെങ്കിലും നിന്റെ ഇഞ്ചി തിന്ന കുരങ്ങനെ പോലുള്ള ഭാവം ഒന്ന് മാറ്റും. അവരെ കാണിക്കാൻ വേണ്ടിയെങ്കിലും മുഖത്ത് സങ്കടം വരുത്ത്. അത് ഞാൻ ഏറ്റു. എടുത്തി ഇപ്പൊ എങ്ങനെയുണ്ട് ഏട്ടന്? അമ്മായി ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? ഇതുവരെ ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ ടെൻഷനിൽ നിൽക്കുക ഞങ്ങള്. അല്ലടി മോളെ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനമെങ്കിലും കിട്ടിയേനെ. ഇതിപ്പോ എനിക്ക് പേടിയാവുക. ഏട്ടതി സമാധാനായിരിക്കും, ഒരു കുഴപ്പം വരില്ല ഏട്ടന്. ഈശ്വര കാത്തോളണേ. അല്ലമ്മായി, അമ്മാവൻ എങ്ങനെയാ മറിഞ്ഞു വീണത്? അത് പിന്നെ അമ്മാവൻ ഹാളില്. അമ്മാവനപ്പോ ഹോളിലാണോ വീണത്? അങ്ങനെയല്ല, ഹാളിലും ഞങ്ങളെല്ലാരും കൂടെ നിൽക്കുമായിരുന്നു. അപ്പോ അവിടെ നിന്ന് മുഖം കഴുകണമെന്നും പറഞ്ഞ് വാഷ്റൂമിലേക്ക് കയറിപ്പോയതാ. കുറെ കഴിഞ്ഞിട്ട് അച്ഛനെ കാണാതായപ്പോ ഞാൻ പോയി നോക്കി. അപ്പൊ അച്ഛൻ നിലത്ത് വീണ് കിടക്കായിരുന്നു അച്ഛൻ. പിന്നെ ഒന്നും നോക്കില്ല. ഞാനും അമ്മയും കൂടെ ആംബുലൻസ് വിളിച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അല്ല, അമ്മാവൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞല്ലേ ഓഫീസിലേക്ക് പോയത്? പിന്നെ എപ്പോഴാ തിരിച്ചു വന്നത്? വന്ന ഉടനെ എന്തിനാ മുഖം കഴുകാൻ പോയത്? അങ്ങനൊരു പതിവില്ലാത്തതാണല്ലോ. അമ്മാവൻ തിരികെ വന്നത് എന്തിനാണ് ശിവാനി? ഏതോ ഫയൽ എടുക്കാൻ മറന്നതാണെന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. അപ്പൊ പിന്നെ മുഖം കഴുകാൻ പോയത് എന്തിനാണെന്നൊക്കെ ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? സിസ്റ്റർ ഒരു മിനിറ്റ്. അകത്തുള്ള അശോകൻ എന്റെ സഹോദരനാ. ഇപ്പൊ ആൾക്ക് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ലക്ഷണം വെച്ച് നോക്കിയാ ഒരു പാരലിറ്റിക് അറ്റാക്ക് സംഭവിച്ചതായിട്ടാ കാണുന്നേ. ബാക്കിയൊക്കെ ഡോക്ടർ വന്നിട്ട് പറയും. ഞങ്ങളങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പാടില്ലെന്നാ. ഞാൻ പോട്ടെ. എടാ മോനെ, ഈ പാരലറ്റിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ കുഴപ്പമാണോ? അവിടെ ആണമ്മേ, കുറച്ച് പ്രശ്നോ. ചിലപ്പോ അമ്മാവനിനി നടക്കാനും സംസാരിക്കാനൊന്നും പറ്റില്ല അമ്മേ. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? അമ്മേ, പാരലറ്റിക് അറ്റാക്ക് അടിപൊളി. അത് പൊളിച്ച് തൽക്കാലത്തേക്ക് ഞാൻ രക്ഷപ്പെട്ടു. ഏത് തെണ്ടി നേരത്തെ വിളിക്കുന്ന അറിയില്ലല്ലോ. ഹലോ സാർ, ഇതുവരെ എത്താത്തതുകൊണ്ടൊന്ന് വിളിച്ചു നോക്കിയതാ. എന്തു പറ്റി സാർ? ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും പറ്റാനുണ്ടോ? ഇപ്പൊ എന്നെ വിളിക്കാൻ ജോർജിനോട് ആരാ പറഞ്ഞേ? അല്ല, സാർ എത്തുമെന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. കാണാത്തോണ്ടൊന്ന് വിളിച്ചെന്നേ ഉള്ളൂ. നോക്ക് ജോർജ്, എന്നെ കണ്ടില്ലെങ്കിൽ ഉടനെ എന്നെ വിളിച്ച് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്തേണ്ട സമയമാവുമ്പോ ഞാൻ അവിടെ എത്തും. അതല്ല സാർ, മീറ്റിംഗിന് സമയമായി, അതുകൊണ്ടാ വിളിച്ചത്. സമയമെങ്കിൽ ഒരു കാര്യം ചെയ്യ്. ഇന്ന് മീറ്റിംഗ് നടക്കില്ല എന്ന് പറഞ്ഞത് എല്ലാവരോടും. ഞാനേ ഇവിടെ അല്പം തിരക്കിട്ട ജോലിയില്ല. ചിലപ്പോ എത്തിച്ചേരാൻ പറ്റിയെന്ന് വരില്ല. അയ്യോ, അങ്ങനെ പറയില്ല സാറേ. ക്ലയൻസിനെല്ലാം വിളിച്ചു വരുത്തിയതാണ് സാർ. അവരോട് മീറ്റിംഗ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ സാർ? ഒരു കാര്യം ചെയ്യും. എന്തായാലും എനിക്കിവിടെ ഒരു 2-2.5 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അവിടെ എത്തിക്കോളാം. അയ്യോ, 3 മണിക്കൂറോ? അതൊക്കെ വേണ്ടി വരും. താൻ വെറുതെ ശല്യപ്പെടുത്താതെ ഫോൺ വെച്ച്, ഞാൻ അല്പം തിരക്കില്ല.
അത്യാവശ്യമാണെങ്കിൽ ഓഫീസിലേക്ക് പൊയ്ക്കൂടായിരുന്നു. ആ പിന്നെ മീറ്റിങ്ങിനേക്കാളും അത്യാവശ്യമുള്ള കാര്യം ഇവിടെ നടക്കുന്നത്. ഇനിയിപ്പോ എല്ലാം ഒന്നീന്ന് തുടങ്ങുള്ളൂ ഭഗവാനെ. തുടങ്ങിയേക്കാം. സിസ്റ്റർ, അമ്മ കരയാതിരിക്കുക. എന്തായാലും ഡോക്ടർ ഇറങ്ങി വരട്ടെ, അപ്പൊ കാര്യം അറിയാലോ. അമ്മാവന് കുഴപ്പമൊന്നും കാണില്ല. ഈ ഡോക്ടർ എന്താ വരാത്ത ശിവാനി? ആ എങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യും, അകത്തേക്ക് കയറിച്ചില്ല. അപ്പൊ കാര്യങ്ങൾക്ക് വിശദമായിട്ട് അറിയാലോ. അമ്മയുടെ ഭർത്താവ് അകത്ത് കിടക്കുന്നു. ആ നിലയിൽ അച്ഛനെ ജീവനോടെ തിരിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ എന്റെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കിയാ എനിക്കങ്ങനെ ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല. എന്റെ കാര്യം അപകടത്തിലായി പോവും. ഡോക്ടർ 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 ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ നേഴ്സ് പറഞ്ഞു. കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ ഡോക്ടറെ? തൽക്കാലം ജീവന് ആപത്തൊന്നും ഇല്ലാന്ന് നമുക്ക് ആശ്വസിക്കാം. അശോകന് ബോധം വീണിട്ടുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. പാരലറ്റിക് അറ്റാക്ക് വന്നതുകൊണ്ട് അശോകൻ ഇനി കൈകാലുകൾ അനക്കാനോ സംസാരിക്കാനോ പറ്റില്ല. അയ്യോ, എന്താ ഡോക്ടർ ഈ പറയുന്നത്? ഹെഡ് ഇഞ്ചുറിയാണ്. ബ്ലീഡിംഗ് ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കും പാരലറ്റിക് അറ്റാക്ക് വന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും ഒരാളുടെ സഹായം വേണ്ടിവരും. നന്നായി കെയർ ചെയ്യണം. മെഡിസിനും ഫിസിയോതെറാപ്പിയൊക്കെ മുടങ്ങാതെ ചെയ്താൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടൊരു ജീവശവമാണ് എന്റെ അച്ഛൻ. ദൈവം സഹായിച്ച് ഞാനാണ് കാലുവാരി നിലത്തിട്ടതെന്ന് അച്ഛൻ ഇനി ആരോടും പറയാൻ പോകുന്നില്ല. എങ്ങനെയെങ്കിലും എന്റെ ഏട്ടനെ പഴയതുപോലെ ആക്കണം ഡോക്ടറെ. എത്ര പണം ചെലവാക്കിയാലും കുഴപ്പമില്ല. പറയുന്ന കേട്ട തോന്നൂല അലമാരയിൽ കോടികൾ അടുക്കി വെച്ചിരിക്കുകയാണെന്ന്. കഴിഞ്ഞ തവണ കിട്ടിയ ഓണക്കോടി ഇല്ലാതെ ഒരു വക അലമാരെ കാണില്ല. എത്ര നാൾ ചികിത്സിക്കേണ്ടി വരും ഡോക്ടർ? അതൊന്നും പറയാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ കിടന്നാലും മെഡിസിനും ഫിസിയോതെറാപ്പി അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. എന്തായാലും നമുക്ക് നോക്കാം.